ഗായ്സ്, ഒരു കുളി കഴിഞ്ഞ് ഞാൻ ഫ്രഷായി നിൽക്കാണേ. ആ വരിക്ക് ഒരു ചായം കുടിച്ചേ. അതും കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പറ അമ്മ അടിച്ചു വളർന്ന കണ്ടേ. അപ്പൊ ഞാനും അമ്മനെ പോയി സഹായിച്ചിട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും എന്താ ഇങ്ങനെ അടിച്ചു വളർന്നേന്ന്. സത്യം പറഞ്ഞാല് എനിക്ക് അടിച്ചു വളർന്നായിരുന്നൂടാ. അമ്മ അടിച്ചു വാരുന്ന കണ്ടപ്പോ ഒരു ആവേശത്തിനടുത്ത് അടിച്ചു വാരിയതാ. പിന്നൊന്നും പറയണ്ട ഗൈസ്, അമ്മ എന്നോട് പറഞ്ഞു അത് തീർത്തിട്ട് പോയാ മതിയെന്ന്. ഹൗ ഞാൻ രസപ്പെട്ടു ഗൈസ്. പിന്നെ സ്ഥലയുടെ കൂടെ കുറച്ച് എൻജോയ് ചെയ്തിട്ടോ. അയ്യോ, നമുക്കിനി കാലത്തിലോട്ട് വരാം. കാലും മുഖം കഴുകി ഞാനൊരു സ്ഥലത്തിലോട്ട് പോവാൻ നോക്കാണ് കേട്ടോ. ദാ കണ്ടോ പപ്പമ്മ എന്താ ചെയ്യുന്നേന്ന്. എൻ്റെ പുസ്തകം ഒക്കെ പൊതിയാണ്. ദാ ഞങ്ങളെ പേരൊക്കെ എഴുതി സെറ്റാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ടേ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താ പരിപാടിന്ന്. അതെ ഗായ്സ്, പുസ്തകം പൂജയ്ക്ക് വയ്ക്കാൻ അമ്പലത്തിലോട്ട് പോവുകയാണ് ഞങ്ങള്. എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും രാത്രിയായിട്ടോ. ഞങ്ങള് ടോർച്ചടിച്ചിട്ട അമ്പലത്തിലോട്ട് പോണത്. അമ്പലത്തിലെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നേ. നമ്മളെ അമ്പലത്തിൽ നിൽക്കുമ്പോഴേ ദാ വരുന്ന അത്ത ചേച്ചി. അങ്ങനെ പുസ്തകം പൂജയ്ക്ക് കൊടുത്ത പ്രസാദം കഴിച്ചു. ആദ്യം എനിക്ക് അമ്മ ചേച്ചിയാണ് തന്നെ, പിന്നെ ഞാൻ തന്നെ പോയി മേടിച്ചു. പിന്നെ അവിടെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആ ഫ്രണ്ട് എനിക്ക് തന്നേ. മൊത്തത്തിൽ ഞാൻ കുറേ പൈസ കഴിച്ചേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി എത്തിച്ചിന് വണ്ടിയിലാണ് തിരിച്ചു പോണത്. അങ്ങനെ 2 ദിവസം പഠിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹാപ്പിയായി വീട്ടിലെത്തി. അപ്പം ബൈ.